ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എണീറ്റ സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് മനസ്സിൽ വന്ന സംഭവമാണ് ഓട്ടട. നമ്മളിവിടെ ഇതിനെ ഓട്ടട എന്ന് പറയും. നിങ്ങൾ എന്താ പറയുന്നത് എനിക്കറിയില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. ഇതിനായിട്ട് തലേ ദിവസം വെള്ളത്തിൽ അരി ഇട്ട് വെക്കണം കേട്ടോ. ഞാൻ ഓൾറെഡി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതുകൊണ്ടാണ്. പിന്നെ കുറച്ച് തേങ്ങയും കുറച്ച് നമ്മുടെ ചോറ്, തലേ ദിവസത്തെ ചോറുണ്ടാവുമല്ലോ, അത് മതി. ഒരു 1.5 ടേബിൾ സ്പൂൺ ചോറും ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും മതി കേട്ടോ. പിന്നെ ഞാൻ അരി എന്ന് പറയുന്നത് പച്ചരിയാണ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസം രാത്രി കിടക്കുന്ന സമയത്ത് അരി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല തിക്കല്ല, എങ്കിൽ നല്ല ലൂസില്ലാത്തൊരു പരുവത്തിൽ വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. നമ്മളിപ്പോൾ മിക്സിയിലേക്ക് നമ്മുടെ അരിയും തേങ്ങയും ചോറും ഇട്ടിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി, ജസ്റ്റ് അരഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം. അല്ലാതെ നമ്മൾ സാധാരണ ദോശയൊക്കെ കാട്ടി വെക്കുന്നത് പോലെയുള്ള ഒരു പരുവത്തിലല്ല. അതായത് നമ്മൾ മീഡിയം ഒരു സൈസ് എന്ന് പറയാം. നല്ല തിക്കുമല്ല, നല്ല ലൂസില്ലാത്ത പരുവം. ഇതേപോലെയാണ് അരച്ചെടുക്കുന്നത്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിക്കായിട്ട് അരച്ചെടുത്താൽ അപ്പം ഹാർഡാവും. സോഫ്റ്റ് ആയി നന്നായി ലൂസായി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. നമ്മൾ ഈ ഓട്ട ഉണ്ടാക്കുന്നത് പ്രത്യേക ചട്ടിയിൽ, അത്യാവശ്യം ആഴമുള്ള ചട്ടിയായിരിക്കും. അതിനകത്ത് ഈ ചട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. വേറെ ഒന്നും ആവശ്യമില്ല. അരി, തേങ്ങ, നമ്മുടെ ചോറ്, ഉപ്പ്, വെള്ളം, ഇത് മാത്രമേ ഉള്ളൂ ആവശ്യം. ഇത് നന്നായി ഇളക്കി കൊടുത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് നേരിട്ട് അപ്പം തന്നെ അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായി ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. ഇത് കണ്ട ഈ ഒരു ഷേപ്പുള്ള പത്തിരി ചട്ടിയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇങ്ങനെ ചട്ടിയിലാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. എന്നിട്ട് അടച്ചു കൊടുക്കണം, എങ്കിൽ ആ ആവിക്കകത്ത് കടന്ന് വെന്ത് കിട്ടുള്ളൂ. ഒരു 2-3 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ, അപ്പോൾ നന്നായി വെന്ത് കിട്ടും. ഓട്ട സംഭവം അപ്പത്തിനകത്ത് കാണാം. അതാണ് അതിന് ഓട്ടട എന്ന പേര് വരാൻ കാരണം. പിന്നെ നമ്മൾ ഫസ്റ്റ് 1-2 ചുടുന്ന സമയത്ത് ചിലപ്പോൾ അതിന് ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ കേട്ടോ. ഇനി അങ്ങനെ കരുതി ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 ചുട്ട് കഴിഞ്ഞ് 3-ാമത്തേക്ക് ആകുമ്പോൾ നന്നായിട്ട് അതേപോലെ ഉണ്ടോ നിറയെ ഓട്ടകൾ വരും. അതാണ് ഓട്ടട. അടച്ചു വെക്കുന്ന അടപ്പ് നമ്മൾ ആഴമുള്ള അകത്തേക്ക് ഇറങ്ങി നിൽക്കുന്നതാണ് ഒന്നും കൂടി നന്നായിരിക്കും കേട്ടോ. അതുപോലെ ഞാൻ നിങ്ങളൊരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ ഇത് ഉണ്ടാക്കി നോക്കുക വേണം കേട്ടോ. ഇത് കണ്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്, അരക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ട് അരക്കരുത്, നന്നായിട്ട് ലൂസായിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ചുട്ടെടുക്കുന്ന ചട്ടിയാണെങ്കിൽ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. ഇനി അഥവാ കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കുറച്ച് ഓയിൽ വെറുതെ നാക്കിക്കൊടുത്താൽ, ഓയിൽ ഇല്ലാതെയാണ് ഈ അപ്പം ചുട്ടെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ കറി വേണമെന്നൊന്നുമില്ല, കടലക്കറിയോ ചട്നി എന്ത് വേണമെങ്കിൽ കൂട്ടി കഴിക്കാൻ പറ്റും. നല്ല സ്വാദിഷ്ടമായ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റാണ്. രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാതെ നമ്മളുണ്ടാക്കി അപ്പം ശരിയാണെന്ന് അറിയണമെങ്കിൽ ഞാൻ മറന്നു പോയി കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടു, ഇതുപോലെ നമ്മൾ തേനീച്ച കൂട് പോലെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ.